ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠം 11 എക്സസൈസാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് പാഠം അവസാനിക്കും. തമാരീനു എന്ന് പറഞ്ഞ എക്സസൈസസ്. ഇഖ്റ വക്തുബ്, വായിക്കുക എഴുതുകയും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എഴുതുകയും ചെയ്താൽ നല്ലതാണ്. ഉറപ്പിക്കാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം വരുന്നത് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ കഴിയുന്നതും എഴുതാനും സമയം കാണുക. അപ്പോൾ ആദ്യത്തെ നോക്കാം. മൻ ഫി ഹാദൽ ബൈത്തി, ഈ വീട്ടിൽ ആരാണ് ഉള്ളത്? ഈ വീട്ടിൽ ആരാണ്? മൻ എന്ന് പറഞ്ഞാൽ ആര്, ഫി എല്ല്, ഹാദ നമുക്കറിയാം ഇസ്മു ഇഷാര, ഇത് എന്ന് പറയാൻ, അൽ ബൈത്ത് വീട്. അപ്പോൾ ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈ വീട്, ഫി ഹാദൽ ബൈത്തി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ആരാണ്? ആൻസർ എന്താ? ഫീഹി ഹാമിദുൻ, അതിൽ ഹാമിദാണ്. ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ, ഫി ഹർഫുജർ, ഹി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. അപ്പോൾ ഖബറിനെ മുന്തിച്ചു. ഹാമിദുൻ മുബ്തദഉൻ മർഫൂൻ, അപ്പോൾ മുബ്തദനെ പിന്തിച്ചു. മുബ്തദഉൻ മുതഅഖിറുൻ. ഹർഫു ജറോ അല്ലെങ്കിൽ ദർഫോ പിന്നെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതൊരിക്കലും മുബ്തദയാവില്ല, അതെപ്പോഴും ഖബറായിരിക്കും. ഓക്കെ, ഒരു ജുംല ഇസ്മിയൻ്റെ സെൻറ്റൻസിൽ തുടക്കത്തിൽ ഹർഫു ജറോ ദർഫോ വന്നാൽ അതെപ്പോഴും എന്തായിരിക്കും? ഖബറായിരിക്കും. അതിനെ ഖബറിനെ മുന്തിച്ചു എന്ന് പറയും. ഖബർ മുഖദ്ദിമ. മുബ്തദനെ സ്വാഭാവികമായിട്ടും പിന്തിക്കും. മുബ്തദഉൻ മുതഅഖിറുൻ. അപ്പോൾ ഫീഹി ബൈത്ത് മുസക്കറായതുകൊണ്ട് ദമീർ മുത്തസിൽ ഹി, ഹി. അത് ശരിക്കും ഹു ആണ്, മബനിയാണ്. എന്തുകൊണ്ട് ഹി ആയി? ഉച്ചരിക്കാൻ, ഫീഹി എന്ന് ഉച്ചരിക്കാനാണ് എളുപ്പം. അല്ലാതെ ഹി ഇസ്മു മജ്റൂർ ആയതുകൊണ്ട് കസറാക്കിയതല്ല. മജ്റൂർ ആയതുകൊണ്ടല്ല ഹി കസറായത്. ഹി ഹു ആണ്, മബനിയാണ്, മാറൂല. പക്ഷേ ഇവിടെ ഉച്ചാരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫീഹി എന്നാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും. മാദാ ഫിൽ ഹഖീബത്തി, ബാഗിൽ എന്താണ്? മാസ എന്ത്, ഫി ഇല്ല്, അൽ ഹഖീബത്തി ബാഗ്, ബാഗിൽ എന്താണ്? അപ്പോൾ ഹഖീബത്ത് പെണ്ണായതുകൊണ്ട് താ മർബൂത്ത കണ്ടോ, ഹഖീബത്തു, ഹഖീബത്തുൻ, അൽ ഹഖീബത്തു, ഫിൽ ഹഖീബത്തി. അപ്പോൾ സ്ത്രീയുടെ അടയാളം. അപ്പോൾ ഇനി ഫീഹ എന്ന് പറയാൻ പറ്റുമോ? അതിൽ നിന്ന് പറയാൻ അല്ല ഫീഹി എന്ന് പറയാൻ പറ്റുമോ? അതിൽ നിന്ന് പറയാൻ മുസക്കർ അല്ല, ഹി പറയാൻ പാടില്ല. ഹഖീബത്ത് മുഅന്നസ് പെണ്ണായതുകൊണ്ട് ഫീഹ. അപ്പോൾ ഫി ഹർഫുജർ, ഹ ഇസ്മു മജ്റൂർ, ഫീഹ അതിൽ കിതാബി എൻ്റെ കിതാബ്, വ ഖലമി എൻ്റെ പേന, വ ദഫ്തരി എൻ്റെ നോട്ട്ബുക്ക്. അപ്പോൾ ഫി ഹർഫുജർ, ഹ ഇസ്മു മജ്റൂർ മബനിയാണ്, ദമീർ മുത്തസിൽ മുഅന്നസ്. അതിൽ നിന്ന് പറയാൻ സ്ത്രീകളെ. കാരണം നമുക്കറിയാം അറബി ഭാഷയിൽ ബുദ്ധിയില്ലാത്ത വസ്തുക്കളും മുസക്കറും മുഅന്നസും ആകാം. ഇവിടെ ഹഖീബത്ത് മുഅന്നസാണ്, അതുകൊണ്ട് ഫീഹ. ആദ്യത്തെ സെൻറ്റൻസിൽ ബൈത്ത് മുസക്കറാണ്, അതുകൊണ്ട് ഫീഹി. അപ്പോൾ ഫീഹ, ഫി ഹർഫുജർ, ഹ ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല ഖബറിനെ മുന്തിച്ചു. അപ്പോൾ ഈ ഉദാഹരണത്തിലൊക്കെ ഖബറിനെ മുന്തിക്കുകയാണ്. ഖബർ മുഖദ്ദിമ. സ്വാഭാവികമായിട്ടും മുബ്തദ എന്താവും? പിന്തിക്കും. മുബ്തദഉൻ മുതഅഖിറുൻ. കിതാബി, അപ്പോൾ കിതാബ് മുബ്തദഉൻ മർഫൂൻ, വഹുവ മുലാഫ്, യാ മുതക്കല്ലിം മുലാഫിലെ മജ്റൂർ. കാരണം നമുക്കറിയാം ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അതെന്താണ്? മുലാഫ്, മുലാഫിലെ. വ ഹർഫു അത്തഫ് കലമി, കലമി എന്താ? മൗത്തൂഫിനല്ല കിതാബി. നമുക്കറിയാം ഹർഫു അത്തഫ് വാ വന്നാൽ അതിന് ശേഷമുള്ളൊക്കെ മൗത്തൂഫ് ചെയ്യപ്പെടും ആദ്യത്തെ കലിമയോട്. അപ്പോൾ കലമി മൗത്തൂഫുനല കിതാബി, വ ഹർഫു അത്തഫ് ദഫ്തരി മൗത്തൂഫുനല കിതാബി. ഇവിടെയൊക്കെ കലമിൻ്റെയും ദഫ്തറിൻ്റെയൊക്കെ അടയാളം എന്താ? കിതാബിന് എന്താണോ അടയാളം വരുന്നത് അതുതന്നെയായിരിക്കും കലമിൻ്റെയും ദഫ്തറിൻ്റെയും അടയാളം. കിതാബ് മുബ്തദയാണ്ട് മർഫു, അപ്പോൾ കലമും മർഫു, ദഫ്തറും മർഫു. പിന്നെ യാ മുത്തക്കല്ലിം ചേർന്നുകൊണ്ടാകും മുലാഫ്, മുലാഫിലെയാണ്. അപ്പോൾ യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂറാണ്. മൻ ഫി സയ്യാറത്തി, കാറിൽ ആരാണ്? അപ്പോൾ മൻ ആര്, ഫീല് അസയ്യാറത്തി കാറ്. അപ്പോൾ മൻ ഫി സയ്യാറത്തി, കാറിൽ ആരാണ്? അപ്പോൾ സയ്യാറത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഇനി എന്താ പറയുക? ഫീഹ. ഫീഹി എന്ന് പറയുമോ? ഇല്ല. ഫീഹ അതിൽ അബി എൻ്റെ ഉപ്പ, വ ഉമ്മി എൻ്റെ ഉമ്മ, വ അഖി എൻ്റെ സഹോദരൻ, വ ഉഖ്തി എൻ്റെ സഹോദരി.
സഹോദരിയും. അപ്പോൾ ഫി ഹർഫു ജർ, ഹാ ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബറിനെ മുന്തിച്ചു. ഓക്കെ, ഖബറിനെ മുന്തിച്ചു. അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. പിന്നെ വാ ഹർഫു അത്തഫ് വന്നു. അപ്പോൾ ഉമ്മി എന്താ പറയുക? മൗത്തൂഫുൻ അല അബി. വാ ഹർഫു അത്തഫ്. അഖി എന്താ പറയുക? മൗത്തൂഫുൻ അല അബി. വ ഉഖ്തി വന്നു. ഉഖ്തി എന്താ പറയുക? മൗത്തൂഫുൻ അല അബി. ഇതിൻ്റെ ഒക്കെ അടയാളം എന്തായിരിക്കും? അബിൻ്റെ അതേ അടയാളം. അബിൻ്റെ അടയാളം എന്താ? മർഫു, കാരണം അത് മുബ്തദയാണ്. അപ്പോൾ ഉമ്മും മർഫു, അഖുനും മർഫു, ഉഖ്തൂനും മർഫു. ബാറക്കല്ലാഹു ഫീക്കും. മൻ ഫി മസ്ജിദുൽ ജാമിയത്തി അൽ ആന. അൽ ജാമിയത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. മൻ ആര്, ഫി ഇൽ, മസ്ജിദ് മസ്ജിദിൽ, അൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയുടെ മസ്ജിദിൽ. അപ്പോൾ ഇത് മസ്ജിദുൽ ജാമിയത്തിയാണ്, മുലാഫ് മുലാഫിലെ. അപ്പോൾ ഫീ വന്നുകൊണ്ട് ഫി മസ്ജിദിൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റിയുടെ മസ്ജിദിൽ ആരാണ് ഇപ്പോൾ. അലാന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ലർഫാണത്. ഓക്കെ, ലർഫു സമാൻ. മാ ഫീഹി അഹദുൻ, അതിൽ ആരുമില്ല. അപ്പോൾ മസ്ജിദ് മുസക്കറായതുകൊണ്ട് പിന്നെ ഹിയ വരേണ്ടത്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ആരുണ്ട് എന്നല്ല ചോദിച്ചത്, ജാമിയത്ത്. യൂണിവേഴ്സിറ്റിയിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഫീഹ എന്നാണ് പറയേണ്ടത്, കാരണം അൽ ജാമിയത്ത് മുഅന്നസായതുകൊണ്ട് ഫീഹ. പക്ഷെ ഇത് യൂണിവേഴ്സിറ്റിയിലെ മസ്ജിദിൽ ആരുണ്ട് എന്ന് ചോദിച്ചത്. അപ്പോൾ മസ്ജിദ് മുസക്കറായതുകൊണ്ട് ഫീഹി. മാ ഫീഹി അഹദുൻ, അഹദ് എന്ന് പറഞ്ഞാൽ ഒരാളും. ഓക്കെ, അഹദ് എന്ന് പറഞ്ഞാൽ ഒരാളും. മാ ഇല്ല, ഫീഹി അതിൽ, അഹദുൻ ഒരാളും അതിലില്ല. അപ്പോൾ മാ ഹർഫു നഫി, ഫി ഹർഫു ജർ, ഹി ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശുബ് ജുംല ഖബറിനെ മുന്തിച്ചു, ഖബർ മുഖദ്ദിമ, അഹദുൻ മുബ്തദഉൻ മർഫൂൻ, മുബ്തദഉൻ മുതഅഖറുൻ, മുബ്തദയെ പിന്തിച്ചു. മൻ ഫി ഹാദിഹിൽ ഗുർഫത്തി, ഈ റൂമിൽ ആരാണുള്ളത്? അപ്പോൾ ഗുർഫത്ത് പെണ്ണായതുകൊണ്ട് ഹാദിഹി. ഫീ ഹ, പിന്നെ ഗുർഫത്ത് പെണ്ണായതുകൊണ്ട് ഹ, ഫീ ഹ. അപ്പോൾ ദമീർ മുത്തസിൽ ഹർഫു ജറിനോട് ചേർന്ന ഹർഫു ജർ, ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബറിനെ മുന്തിച്ചു. അൽ മുദീറു, അതിലുണ്ട് മാനേജർ. അൽ മുദീറു മുബ്തദഉൻ മർഫൂൻ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ദമീർ മുത്തസിൽ ഹർഫു ജറിനോട് ചേർന്നാൽ ഹർഫു ജർ, ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല. ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ കിതാബുഹു, കിതാബുഹ, മുലാഫിലെ മജ്റൂർ. പിന്നെ ദർഫു ജർ ഫീലിനോട് ചേരാം, അപ്പോൾ മഫൂലും ബിഹി ആവും. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഹർഫു ജർ പിന്നെ ദമീർ മുത്തസിൽ ദർഫിനോട് ചേരും, അപ്പോൾ അത് ദർഫ് മുലാഫിലെ മജ്റൂർ. അത് നമ്മൾ പഠിച്ചതാണ്. ദമീർ മുത്തസിൽ പിന്നെ ദർഫിനോട് ചേരും, അമാമഹു. ഓക്കെ, അതിൻ്റെ മുന്നിൽ. ഇൻഷാ അല്ലാഹ് അതൊക്കെ കൂടുതൽ പിന്നീട് പഠിക്കും. ഇനി ഇഖ്റ, വായിക്കുക. കഴിയുന്നവർ എഴുതുകയും ചെയ്യുക, എഴുതി പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. എന്നാലേ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ നോക്കൂ. ഉഹിബ്ബു അബി വ ഉമ്മി, ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും. ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു, അത് മുലാരിയായ ഫീലാണ്, വർത്തമാനകാല ക്രിയയാണ്, അല്ലെങ്കിൽ ഭാവികാല ക്രിയക്കും ഉപയോഗിക്കും. അത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പുസ്തകം 2 പഠിക്കും. അപ്പോൾ ഇത് എഴുതുകയും ചെയ്യുക, കാരണം ഉഹിബ്ബു എന്ന് എഴുതുമ്പോൾ ഏത് ഹാ എഴുതുന്നതെന്നൊക്കെ എഴുതി പഠിച്ചാലേ ക്ലിയർ ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉഹിബ്ബു അബി വ ഉമ്മി, ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഉപ്പയെ എൻ്റെ ഉമ്മയെയും. ഉഹിബ്ബു അഖി വ ഉഖ്തി, ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ സഹോദരിയെയും എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരിയെയും. ഉഹിബ്ബു ജമീലി, ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ സഹപാഠിയെ. ഉഹിബ്ബു ഉസ്താദി, ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഉസ്താദിനെ. ഉഹിബ്ബുല്ലാഹ, ഞാൻ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ. ഉഹിബ്ബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സ്നേഹിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയത, ഞാൻ സ്നേഹിക്കുന്നു അറബി ഭാഷയെ. അപ്പോൾ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. പാഠം 11 ഇവിടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പാഠം 12. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.